വെൽക്കം ടു വിസ്പേഴ്സ് ഓഫ് മീ. ഹലോ, ഇന്ന് നല്ല വെള്ളടവിൻ്റെ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഞാൻ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കുരുമുളകും കൂടി ചതച്ചത് അതിലോട്ടിട്ടിട്ടുണ്ട്. ഞാൻ അത് നന്നായിട്ട് മൂത്ത് വന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറണം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളടവ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മീനാണ്. ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല, അതിന് ചെറിയൊരു കയ്പ്പ് രുചിയുണ്ട്. പക്ഷേ ഇത് പൊരിച്ചാലും അതേപോലെ കറി വെച്ചാലും ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് ഇതിന്. ഇപ്പോൾ വലിയ കുറച്ച് മീനൊക്കെ ഇട്ട് അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ജസ്റ്റ് അതിൻ്റെ അതിലേക്ക് മസാല അത് പിടിക്കാൻ ഇട്ട് കൊടുക്കാം. അതിലേക്കിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്താണ്, മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ ഫിഷ് മസാലയും പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മൊത്തത്തിലുള്ള മസാല അത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി മസാല ഇതും കൂടി ചെറുതായിട്ടൊന്ന് മൂക്കണം, അതിൻ്റെ പച്ചമണം മാറണം. പിന്നെ മല്ലിപ്പൊടി ഓൾറെഡി വറുത്ത് ഒഴിച്ചിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ മുളക് പൊടി ഇത്തിരി നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് ഇളക്കുക. പിന്നെ ഓൾറെഡി ഞങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് മല്ലി, എന്താ പറയുക, പൊടിയല്ലാത്ത മല്ലി കറിവേപ്പിലൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം പിന്നെ കുറച്ച് കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം മാങ്ങ ഞങ്ങൾ എടുത്ത് വെച്ച മാങ്ങ എന്ന് പറഞ്ഞാൽ മറ്റേ സേലം മാങ്ങയാണ്. അപ്പം അതിന് പുളി വളരെ കുറവാണ്. അപ്പം കുടംപുളി ഓൾറെഡി കുറച്ച് മുന്നേ ചുടുവെള്ളത്തിൽ വിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇട്ട് കൊടുത്തു. ഇപ്പം മാങ്ങ കഷ്ണം മുറിച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മാങ്ങയ്ക്ക് പുളി കുറവായതുകൊണ്ടാണ് ഇത്ര അധികം ഇട്ടിട്ടുള്ളത്. ഇനി ഈ മാങ്ങയും ഇതെല്ലാം മസാലയും ചേർത്ത് ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞങ്ങൾ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മാങ്ങി അതുപോലെ അതിൻ്റെ പുളിയും പിന്നെ കുടംപുളി ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി നേരത്തെ ഇടാൻ മറന്നുപോയതാണ്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു സ്മെല്ല് ഇതിന്നിങ്ങനെ വരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്മെല്ലത്. മറ്റേ മീൻ മസാലയും ആ പുളിയും മാങ്ങയും ഒക്കെ കൂടി വെന്തിട്ടിങ്ങനെ ഒരു സ്മെല്ല് വരും. അങ്ങനെ മീൻ ഫുള്ളായിട്ടിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വേവാനധികം സമയമൊന്നും വേണ്ട. പിന്നെ ഈ മീനിനധികം സ്മെല്ലില്ല. മറ്റേ ബാക്കിയുള്ള ഇപ്പോൾ മത്തിക്കൊക്കെ അത്യാവശ്യം നല്ല സ്മെല്ല് ഉണ്ടാവുമല്ലോ, അതുപോലെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഭയങ്കര ഒരു നൈസൊരു സ്മെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു നല്ല ടേസ്റ്റാണ്. സോഫ്റ്റ് മീനാണ്, പെട്ടെന്ന് വേവും ചെയ്യും. ഇനി അത് അടച്ച് വെച്ച് വേവിക്കാം. നന്നായിട്ട് തിളച്ച് വന്നു. അതിലേക്ക് ഞാൻ മല്ലിയുടെ ഇല കുറച്ച് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഉപ്പ് മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ടിടുക. നല്ല ചോറും എനിക്ക് മാങ്ങാച്ചാറിൻ്റെ ആവശ്യമില്ല ഈ മീൻകറി ഉണ്ടാകുമ്പോൾ. എന്നാലും ഇന്ന് വാങ്ങിയ മാങ്ങാച്ചാറായതുകൊണ്ട് മാങ്ങാച്ചാറ് ഇട്ടു. എനിക്ക് നല്ല ചൂട് മീൻകറി നന്നായിട്ട് ഒഴിക്കുക. അതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ വായിൽ നല്ല വെള്ളം വരുന്നുണ്ട്. കുറച്ച് മാങ്ങ കഷ്ണവും കുറച്ച് മീനും അതിൻ്റെ ചാറൊക്കെ കൂടി ആ ചോറിൻ്റെ സെൻറ്ററിൽ അങ്ങനെ ഒഴിക്കുക. അടിപൊളി മീൻകറി തയ്യാറായിട്ടുണ്ട്. നിങ്ങളൊരു വട്ടം ഈ വെള്ളയുടെ വീട്ടാണെങ്കിൽ ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്.